ഡിബേറ്റിൽ ചേരുന്നു. ആദ്യം അഡ്വക്കേറ്റ് അനിൽ വിളയിൽ. ഇവിടെ സമസ്ത രംഗത്തെത്തിയിരുന്നു, വിസ്ഡം രംഗത്തെത്തിയിരുന്നു. പക്ഷേ എല്ലാവരുടെയും ഒരു പൊതുവായ ഒരു നിലപാട് എന്ന് പറയുന്നത് ഇത് പറയാതെ വയ്യ, മതപണ്ഡിതന്മാർക്ക് മതത്തെക്കുറിച്ചുള്ള നിലപാട് പറയാതെ വയ്യ, പക്ഷേ ഇത് പിന്തുടരണോ എന്നുള്ള കാര്യം വ്യക്തികൾക്ക് തീരുമാനിക്കാം എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഇതൊരു മതശാസന എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും മതശാസന തന്നെയാണ്. കാരണം UDF ഭരണത്തിൽ എന്തൊക്കെ വരുന്നുണ്ടോ ആ കാലത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിലക്കുകൾ കൃത്യമായ രീതിയിൽ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിനൊരു വേർതിരിവുണ്ട് എന്നുള്ളതാണ് ശരി. ചിലര് ചെയ്യുമ്പോൾ മാത്രം ഇസ്ലാമികവും മറ്റു ചിലർ ചെയ്യുമ്പോൾ അനിസ്ലാമികവുമായി മാറുന്നത് എങ്ങനെയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സിന്റെ ഉടമയായ MA യൂസഫ് അലി, ലുലു മാളിന്റെ ഉടമസ്ഥനായ യൂസഫ് അലി ധാരാളം ചടങ്ങുകളിൽ നിലവിളക്ക് കത്തിക്കാറുണ്ട്. യാതൊരു വിമർശനവും ഇവരാരും ഉന്നയിച്ചിട്ടില്ല. അതേപോലെ തന്നെ മമ്മൂട്ടി, കേരളത്തിലെ പ്രശസ്ത ചലച്ചിത്ര താരമാണ് മമ്മൂട്ടി. അദ്ദേഹം വിളക്ക് കത്തിച്ചാലും ആരും ഒന്നും പറയാറില്ല. ഇടതുമുന്നണി നേതാക്കന്മാരായ മുഹമ്മദ് റിയാസും റഹീമും KT ജലീലും വിളക്ക് കത്തിക്കുമ്പോൾ ഒന്നും പറയാറില്ല. ഇവിടെ വിളക്കല്ല പ്രശ്നം, ഫാത്തിമയാണ് പ്രശ്നം. വനിത കത്തിച്ചതാണ് പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. ലീഗിന്റെ തലതൊട്ടപ്പനായ CH മുഹമ്മദ് കോയ വിളക്ക് കത്തിക്കുന്ന ധാരാളം ചിത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും അനിസ്ലാമികമെന്ന് ഫത്വ പുറപ്പെടുവിച്ചിട്ടുള്ളവരാണ്. സ്ത്രീ വിദ്യാഭ്യാസം, ഫോട്ടോ എടുക്കല്, വീഡിയോ എടുക്കല്, മൊബൈൽ ഉപയോഗം, സിനിമ, ഇൻഷുറൻസ്, പലിശ എല്ലാം അനിസ്ലാമികമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിഭാഗം പിന്നീട് ക്രമേണ ലയിച്ചു ചേരുന്ന ഒരു കാഴ്ചപ്പാട് കൂടെ നമ്മൾ കാണാറുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, യൂസഫ് അലി ഈ ഭാരതത്തിലെ ഗവൺമെന്റ് ബാങ്കുകളിൽ നിന്ന് പലിശയ്ക്ക് പണമെടുത്തല്ലേ ബിസിനസ് ചെയ്യുന്നേ? അത് അനിസ്ലാമികമാണ്. യൂസഫ് അലി ഇനി യാതൊരു പൈസയും പലിശയ്ക്ക് എടുക്കരുത് എന്ന് ഫത്വ പുറപ്പെടുവിക്കാൻ ഇവർക്ക് സാധിക്കുമോ? ഈ ജെഫ്രി മുത്തുക്കോയ തങ്ങള് അനിസ്ലാമികമെന്ന് പറഞ്ഞല്ലോ ഈ വിളക്ക് കത്തിക്കുന്നതിനെ സൂര്യാരാധനയെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോയിൽ സൂര്യ ആരാധന അനിസ്ലാമികമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കിടക്കുന്ന 10 രൂപയുടെ നോട്ട് ഒന്ന് നോക്കണം. ഏറ്റവും വലിയ സൂര്യക്ഷേത്രം, വെളിച്ചത്തിന്റെ ദേവനെന്ന് ഹിന്ദുക്കൾ വിശേഷിപ്പിക്കുന്ന കൊണാർക്ക് സൂര്യക്ഷേത്രത്തിന്റെ പടമുള്ള 10 രൂപ നോട്ട് പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ഈ ജെഫ്രി മുത്തുക്കോയെ തങ്ങള് ഈ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അന്നേരം പണ്ഡിതന്മാരുടെ ഇടപെടലിനെ കുറിച്ച് അവർ തന്നെ നൽകുന്ന വിശദീകരണം അല്പസമയത്തിനകം മറ്റു ചില പ്രതിനിധികൾ കൂടി ചേരും. അവർ നൽകുന്ന പണ്ഡിതന്മാരുടെ ഇടപെടലും ചിലരുടെ അസ്വസ്ഥതയും എന്ന പേരിൽ അവർ തന്നെ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: പണ്ഡിതന്മാർ സംസാരിക്കുന്നത് ശരിയായ ഇസ്ലാമിക വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോടാണ്. അതിനോട് വിയോജിക്കാൻ മറ്റുള്ളവർക്ക് അവകാശമുള്ളതുപോലെ തന്നെ അത് തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിൽ മറ്റുള്ളവർ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്നത് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഒറ്റപ്പെട്ട അഭിപ്രായമല്ല. കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയും നിലവിളക്ക് കൊളുത്തുന്നതിനെ ന്യായീകരിച്ച് രംഗത്ത് വരാത്തതും ഈ വിഷയത്തിന്റെ ഗൗരവമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് യോജിക്കുന്നവർക്ക് യോജിക്കാം, വിയോജിക്കുന്നവർക്ക് വിയോജിക്കാം എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ. ഈ മുസ്ലിം ആചാരമല്ല, ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ള കാര്യമല്ല നിലവിളക്ക് കൊളുത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് മതപണ്ഡിതന്മാർ പറയുന്ന ഈ കാര്യമാണ്. യോജിക്കുന്നവർക്ക് യോജിക്കാം, വിയോജിക്കുന്നവർക്ക് വിയോജിക്കാം എന്നുള്ളതാണ്. ശ്രീ അനിൽ വിളയിൽ അതായത് അടിച്ചേൽപ്പിക്കുന്നില്ല എന്നാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഇസ്ലാമിക പള്ളി എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾ പള്ളിയിൽ വിളക്ക് കത്തിയിരിക്കുന്നില്ലേ? എല്ലാ ദിവസവും 24 മണിക്കൂറും വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു പള്ളിയല്ലേ അത്? പൊന്നാനി പള്ളിയിൽ എന്തേ വിളക്ക് കത്തിക്കുന്നില്ലേ? എത്രയോ ഇസ്ലാമിക ആസ്ഥാന കെട്ടിടങ്ങളിൽ ഇപ്രകാരം വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. അത് അനിസ്ലാമികമല്ലേ? അതാദ്യം കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുകൾ തല്ലിക്കെടുത്തതിന് ശേഷമല്ലേ ഇത് ചെയ്യേണ്ടത്? ഞാൻ മാന്നാർ സ്വദേശിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലവിളക്കുകൾ കച്ചവടം ചെയ്യുന്ന സ്ഥലമാണ് മാന്നാർ എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയുടെ സ്ഥലം. ആ പ്രദേശത്തുള്ള വിളക്ക് വിൽക്കുന്ന അല്ലെങ്കിൽ ഓട്ടുപാത്രങ്ങളും ഓട്ടുരുളികളും നിലവിളക്കുകളും വെക്കുന്ന മഹാഭൂരിപക്ഷം കടകളും ഇസ്ലാമിക വിശ്വാസികളുടെ തന്നെയാണ്. അവരവരുടെ കടയിലൊക്കെ വിളക്ക് കത്തിച്ചു വെക്കുന്നുണ്ട്. ഇതാണ് പ്രശ്നം, ഇരട്ടത്താപ്പാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 1400 വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഒരു ഇസ്ലാമിക സംസ്കാരം വീണ്ടും അതേപടി തന്നെ അനുശാസിക്കണമെന്ന് പറയുന്ന നടപടി ഒട്ടും ഭൂഷണമല്ല. ഈ ആധുനിക കാലത്ത് ഫോട്ടോ എടുക്കുന്ന ഹറാമാണെന്ന് പറയുന്നവര് അവരുടെ പോക്കറ്റിൽ കിടക്കുന്ന വിദേശത്തെ പാസ്പോർട്ടിനകത്ത് ഫോട്ടോ എടുത്തു വെച്ചിട്ടില്ലേ? അതുകൊണ്ടാണ് പറയുന്നത്. ഇതൊക്കെ കാലഘട്ടം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ, സ്വയം നവീകരണം എന്ന് പറയുന്ന പാതയിലേക്ക് തിരഞ്ഞെടുക്കാൻ ഇവർക്ക് സാധിക്കാതെ വരുന്നുണ്ട്. സ്മാർട്ട് സിറ്റി, കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം ചെയ്തപ്പോൾ ദുബൈയിൽ നിന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട വനിത ബുർഖ ധരിച്ചുകൊണ്ട് നിലവിളക്ക് കെടുത്തി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടല്ലോ.
ഇതേ അവസ്ഥ തന്നെയാണ്. ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വ്യക്തി അദ്ദേഹത്തിന് മന്ത്രി എന്ന രീതിയിൽ അനുവദിച്ചു കൊടുത്ത കെട്ടിടമുണ്ട്. ഏതായിരുന്നു ആ കെട്ടിടത്തിന്റെ പേര്? ഗംഗ എന്നായിരുന്നു. അതൊരു ഹിന്ദു നാമമായതുകൊണ്ട് അത് മാറ്റി ഗ്രേസ് എന്നാക്കിയതിനു ശേഷമാണ് ആ അബ്ദുൾ റബ്ബ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ആ കെട്ടിടത്തിലേക്ക് താമസം തുടങ്ങിയത്. ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ വിസ്ഡത്തിന്റെ പ്രതിനിധി കൂടിയായ ശ്രീ അബ്ദുൾ ഹമീദ് പകപ്പൂറുണ്ട്. ശ്രീ അബ്ദുൾ ഹമീദ്, ഇപ്പോൾ ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കൊളുത്തിയപ്പോൾ എന്താണ് ഇങ്ങനെ മതബോധം ഉയരുവാനുള്ള കാരണം? ഇവിടെ ശ്രീ അനിൽ വിളയിൽ പറയുകയായിരുന്നു ഇത് ഇരട്ടത്താപ്പാണ്, ഇതൊരു മുസ്ലിം വനിത വേദിയിൽ കയറിയതിലുള്ള അസഹിഷ്ണുത കൂടിയാണെന്ന്. ഇത് ഒരു പുതിയ വിവാദമല്ല. നമുക്കറിയാം, ഇത് നമ്മളൊരു കേരളത്തിൻ്റെ തന്നെ ഒരു ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലും ആവർത്തിക്കപ്പെട്ടിട്ടുള്ളൊരു വിവാദമാണ്. അതിൽ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ യഥാർത്ഥത്തിൽ ഈ ഒരു വിളക്ക് കൊളുത്തുന്ന ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ ചടങ്ങിനെ മുസ്ലിങ്ങൾ മാത്രമല്ല എതിർത്തിട്ടുള്ളത്. EMSനെ പോലെയുള്ള, നായനാരെ പോലെയുള്ളവർ അതിന് തയ്യാറായിട്ടില്ല. ഇന്നും ജീവിച്ചിരിക്കുന്ന G. സുധാകരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായത് നമുക്കറിയാം. അപ്പം അതെല്ലാം തന്നെ നിലവിലുള്ള ഒരു സെക്യുലർ ആയിട്ടുള്ള സ്വഭാവത്തിന് അത് വിരുദ്ധമാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു വിളക്കിൻ്റെ വിവാദമേ അല്ല. നമ്മൾ ഇപ്പോൾ മുസ്ലിങ്ങൾ ഇവിടെ ഒരു റൂമിൽ ലേറ്റ് പോയപ്പോൾ അവിടെ സ്വിച്ച് ഇടാൻ പാടില്ല, അവിടെ ഇരുട്ടന്നെ വരട്ടെ എന്ന് പറഞ്ഞിരുന്നിട്ടൊന്നുമില്ല. ഇവിടെ നിലവിളക്ക് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു കേവലം ഒരു രാജ്യത്ത് എല്ലാ മതസ്ഥരും ഒരുപോലെ അംഗീകരിക്കുന്ന, എല്ലാ മതസ്ഥരും ഒരുപോലെ സ്വീകരിക്കേണ്ട ഒരു സാംസ്കാരിക ചിഹ്നമാണ് എന്ന രൂപത്തിലാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിന് വെറൊരു സംസ്കാരവുമായി മാത്രമേ ബന്ധമുള്ളൂ എന്നും പറഞ്ഞു വയ്ക്കാനുള്ളൊരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊരു സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുകയാണെങ്കിൽ ഇതിനു മുൻപ് മറ്റാരുമായിട്ട് വിവാദം ഉണ്ടാകരുത്. അദ്ദേഹം തന്നെ പറഞ്ഞു. അബ്ദുൾ റബ്ബ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട്, വിളക്ക് കൊളുത്താത്തതുമായി ബന്ധപ്പെട്ട് വിവാദം. അപ്പോൾ അവിടെ ഒരിക്കലും അത് മുസ്ലിം ഒരു സ്ത്രീയുടെ വിഷയമൊന്നുമല്ല. അല്ല, മുസ്ലിം പള്ളികളിലെ കാര്യം ഇവിടെ പറഞ്ഞു അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞിരുന്നു ശ്രീ അബ്ദുൾ ഹമീദ്. നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇതിനെ എതിർക്കുന്നവർ എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ള ഒരു സംഘടനയും, ഒരു ഇസ്ലാമിക സംഘടനയും ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു ഫത്വയും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് ഒരു ഏകീകൃതമായിട്ടുള്ള സ്വഭാവമാണ് ഉള്ളത്. അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഇത് ആ രീതിയിൽ എതിർക്കുന്നതിൻ്റെ പിറകിലുള്ള ഒരു താല്പര്യം എന്താണ് എന്നുള്ളത് പൊതുവായി നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ. ഒരു മതത്തിന് അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന് അത്തരത്തിൽ ഒരു നിലവിലുള്ള ഒരു ചടങ്ങ് ആദർശപരമായ കാര്യങ്ങൾ കൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വന്നാൽ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.